നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ജയസുനിൽ സാർ, ആദ്യമേ ചാനലിലേക്ക് സ്വാഗതം സാർ. സാർ, നമ്മൾക്കറിയാം ഇന്ന് 50 വർഷം തികയുന്ന, അതായത് ലോകം കണ്ട എന്ന് തന്നെ സൂചിപ്പിക്കേണ്ടതുണ്ട്, ലോകം കണ്ട ഒരു കൊടും ക്രൂരതയുടെ 50 വർഷം തികയുന്ന സുദിനമാണിന്ന്. ഈ 50 വർഷം തികയുന്ന ഈ ഒരു സുദിനത്തിൽ നിൽക്കുമ്പോൾ ഈ പറയുന്ന കൊടും ക്രൂരത കാണിച്ച ഒരു സ്ത്രീ, ഭാരതത്തിന്റെ ഉരുക്കു വനിത എന്നൊക്കെ അറിയപ്പെടുന്ന ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി, അവരുടെ പേരക്കുട്ടി ഇന്ന് ഈ ക്രൂരതയെ വിസ്മരിപ്പിക്കുന്ന രീതിയിൽ, അതല്ലെങ്കിൽ ഈ ക്രൂരതയൊന്നും ഈ നാട്ടിൽ നടന്നിട്ടില്ല എന്നുള്ളത് പോലും ബോധിപ്പിക്കുന്ന രീതിയിൽ ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു സംരക്ഷകൻ എന്ന് പറയുന്ന ഒരു കോമാളിയുടെ വേഷം കെട്ടിയൊക്കെ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഭരണഘടനയെ തന്നെ കുപ്പത്തൊട്ടിയിൽ എറിയുന്ന എന്ന് പോലും അതിനേക്കാൾ ഉപരി ഉപയോഗിക്കുന്ന വാക്കുകൾ ഉണ്ടെങ്കിൽ ആ വാക്കിന് അടക്കം അവർ മാത്രമാണ് ഇത്രയും നാൾ നമ്മുടെ ഭാരതത്തിൽ കൊടും ക്രൂരത ചെയ്തത്. നമ്മുടെ ഭരണഘടനയെ കുപ്പത്തൊട്ടിയേക്കാൾ ഉപരി ചവിട്ടി അരച്ച് എറിഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എത്രയോ ദ്രോഹം ചെയ്ത ആ ഒരു സുദിനത്തിന്റെ 50 വർഷങ്ങളാവുകയാണെന്ന്. എങ്ങനെയാണ് സാർ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആ കൊടും ക്രൂരതയെ ആദ്യം മുതൽ തന്നെ സാർ നോക്കി കാണുകയാണെങ്കിൽ പറഞ്ഞു തുടങ്ങുക? അതായത് അടിയന്തരാവസ്ഥ 50 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമായതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരില് ഒരു വലിയ വിഭാഗം ആൾക്കാരും അതിന് സാക്ഷിയാകാത്തവരാണ്. ഞാൻ അടിയന്തരാവസ്ഥയ്ക്ക് സാക്ഷിയായ വ്യക്തിയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് അത് അടിയന്തരാവസ്ഥയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ ഭാഗ്യമോ അതിലേറെ നിർഭാഗ്യമോ കിട്ടിയ ആളാണ്. അതുകൊണ്ട് ഈ അടിയന്തരാവസ്ഥയെ എങ്ങനെയാണ് സമൂഹം അന്ന് നോക്കിക്കണ്ടിരുന്നത്, പ്രത്യേകിച്ച് കേരളീയ സമൂഹം, എന്തൊക്കെയാണ് അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലം, എന്താണ് അടിയന്തരാവസ്ഥ, ഇതൊന്ന് ആദ്യം പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ചരിത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാൽ 1975 ജൂൺ മാസം 12-ാം തീയതി അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ജഗ്മോഹൻ ലാൽ സിൻഹ എന്ന് പറയുന്ന ന്യായാധിപൻ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ലോക്സഭയിലേക്ക് ഇന്ദിരാഗാന്ധി നടത്തിയ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക ഭരണ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് പ്രചരണം നടത്തിയത്, പ്രവർത്തനം നടത്തിയത്, വിജയം വെട്ടിപ്പിടിച്ചത് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി കണ്ടെത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് അസാധുവായിട്ട് പ്രഖ്യാപിച്ചു. ഇത് അസാധാരണമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. കാരണം അന്ന് ഇന്ത്യ എന്നാൽ ഇന്ത്യയാണ്, ഇന്ത്യ എന്നാൽ ഇന്ദിരയാണ് എന്നൊക്കെ പറയുന്ന കാലഘട്ടം, ബംഗ്ലാദേശൊക്കെ വെട്ടിമുറിച്ച് ഉണ്ടാക്കി ദുർഗയായിട്ട് നിൽക്കുന്ന കാലഘട്ടം, തിരുവായി ഗതിർവായി ഇല്ലാത്ത ഒരു അംഗീകാരമുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ഈ ജസ്റ്റിസ് ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപിക്കുന്നത്. അപ്പോ ജസ്റ്റിസ് ജഗ്മോഹൻലാൽ സിൻഹയുടെ ഈ തെരഞ്ഞെടുപ്പ് വിധിക്കെതിരെ അവർ വെറുതെ ഇരുന്നില്ല, അവർ നേരെ സുപ്രീം കോടതിയിൽ പോയി. പക്ഷേ സുപ്രീം കോടതി ഈ ഹൈക്കോടതി വിധി ശരിവെക്കുകയാണ് ഉണ്ടായത്. ആ ശരിവെച്ച സുപ്രീം കോടതി ജഡ്ജി മലയാളിയായിട്ടുള്ള ജസ്റ്റിസ് BR കൃഷ്ണയ്യർ ആയിരുന്നു. പക്ഷെ BR കൃഷ്ണയ്യരുടെ ഒരു ദൗർബല്യം കൊണ്ടോ അല്ലെങ്കിൽ സൗമനസ്യം കൊണ്ടോ അദ്ദേഹം ഒരു കാര്യം ചെയ്തു: തെരഞ്ഞെടുപ്പ് അസാധുവാണ്, ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അസാധുവാണ് എന്ന് ഹൈക്കോടതി പ്രഖ്യാപിച്ചതിനെ തിരുത്താൻ സുപ്രീം കോടതി തയ്യാറല്ല. തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല, തെരഞ്ഞെടുപ്പ് അസാധുവാണ്. പക്ഷേ ഒരു ഭരണക്രമം അട്ടിമറിക്കണ്ടല്ലോ എന്ന് കരുതി പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരാം. അതായത് ഈ കേസിന്റെ വാദം പൂർത്തിയായി വിധി വരുന്നത് വരെ ഉള്ള സമയത്ത് പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരാനുള്ള ഒരു അനുവാദം കൊടുത്തു. അതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ അങ്ങനെ ഒരു അനുവാദം കൊടുത്തു. അത് ഏതായാലും ഇത് വളരെ വലിയ തിരിച്ചടിയായി ഇന്ദിരാഗാന്ധിക്ക് മനസ്സിലായി. കാരണം സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒരേപോലെ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തോടുകൂടി ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യമായി. അപ്പോഴാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് കോടതിയെ എടുത്തു കളഞ്ഞു, ഭരണഘടന എടുത്തു കളഞ്ഞു, എല്ലാ സംവിധാനങ്ങളും ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു, ഇന്ദിരാഗാന്ധിയിലേക്ക്. ഇതിന് ഒരു പശ്ചാത്തലമുണ്ട്. 1915 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഒരു കരിനിയമം അടിച്ചേൽപ്പിച്ചിരുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പ്. അതിന്റെ പേര് ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ്. ഈ ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് പിന്നീട് 1962 നെഹ്റു പൊടി തട്ടിയെടുത്ത് അതിനെ ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾസ് എന്ന് പേര് മാറ്റി, ആക്ട് എന്നുള്ളത് റൂൾസ് എന്നാക്കി മാറ്റി, അത് വീണ്ടും നടപ്പിൽ വരുത്തി. എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിനെതിരെ ആരും എതിർക്കാൻ പാടില്ല, ശബ്ദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ആ നിയമത്തെ, അതായത് ബ്രിട്ടീഷുകാർ 1915 കൊണ്ടുവരികയും
1962 സ്വാതന്ത്ര്യത്തിന് ശേഷം നെഹ്റു ഒരിക്കൽ കൂടി പരിഷ്കരിക്കുകയും ചെയ്തതിനെ ഇന്ദിരാഗാന്ധി 1971 വീണ്ടും മൂർച്ച കൂട്ടി അതികഠിനമായ ഒരു നിയമമാക്കി മാറ്റി. അതിന്റെ പേര് കൊടുത്തത് ഡിഫൻസ് ആൻഡ് ഇന്റേണൽ സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ റൂൾസ് എന്ന് പേര് കൊടുത്തുകൊണ്ട് രാഷ്ട്രീയ പ്രതിയോഗികളെ ഏത് രീതിയിലും നിശബ്ദരാക്കാനും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാനുമുള്ള അതീവ കഠിനമായ നിയമങ്ങൾ. ഇതിന്റെ കീഴിൽ മിസ എന്നും കോഫെ പോസ എന്നും പറയുന്ന രണ്ട് കരി നിയമങ്ങൾ കൂടി ഉണ്ടാക്കി. ഇതെല്ലാം ഒളുക്കി വെച്ചതിന് ശേഷമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വളരെ ചുരുക്കി ഒന്ന് സൂചിപ്പിക്കാം. അതായത് ഭരണഘടനയുടെ എല്ലാ വകുപ്പുകളും മരവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഭരണഘടന മരവിപ്പിച്ചു. പരിശോധനയില്ലാതെ, അന്വേഷണമില്ലാതെ, ജുഡീഷ്യൽ അന്വേഷണമില്ലാതെ ഏതൊരു വ്യക്തിയെയും ജയിലിൽ അടയ്ക്കാം. അതാണ് പ്രധാനമന്ത്രിയിലേക്ക് കൊണ്ടുവന്ന രണ്ടാമത്തെ അധികാരം. അതുപോലെ മാധ്യമ സ്വാതന്ത്ര്യം നിരോധിച്ചു, അഭിപ്രായ സ്വാതന്ത്ര്യം നിരോധിച്ചു, മൗലിക അവകാശങ്ങൾ നിരോധിച്ചു, കോടതിയിൽ പോകാനുള്ള അവകാശം നിരോധിച്ചു. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ കോടതിയിൽ പോയി കേസ് കൊടുക്കാം. ഇവിടെ അതും നിരോധിച്ചു. കോടതിയിൽ പോകാൻ പാടില്ല, അതും നിരോധിച്ചു. പിന്നെ മാധ്യമങ്ങളുടെ മേൽ കർശനമായ സെൻസർഷിപ്പ് നടപ്പാക്കി. അതായത് ഓരോ പത്രവും മാസികയും വാരികയും ലഘുലേഖയും അച്ചടിക്കുന്നതിന് മുൻപ് ജില്ലാ കളക്ടറെ കൊണ്ടുപോയി കാണിക്കണം. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ജില്ലാ കളക്ടർക്ക് വായിക്കാൻ നേരെ ഇല്ലാത്തതുകൊണ്ട് വായിക്കാൻ ഒരാളെ ജില്ലാ കളക്ടർ വെച്ചിട്ടുണ്ട്. ആ ജില്ലാ കളക്ടർ വായിച്ച് എഡിറ്റ് ചെയ്ത് ഓക്കെ പറയുന്നത് മാത്രമേ പത്രങ്ങളിൽ അച്ചടിക്കാൻ പാടുള്ളൂ എന്ന നിയമം കൊണ്ടുവന്നു. അതുകൂടാതെ ഇതിനെ എതിർത്ത എല്ലാ നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു. അന്ന് പ്രതിപക്ഷം ഭരിക്കുന്ന 2 സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു, തമിഴ്നാട്, ഗുജറാത്ത്. ഈ 2 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ പിരിച്ചുവിട്ടിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം വേണ്ട, പ്രതിപക്ഷം സംസ്ഥാനം ഭരിക്കുകയും വേണ്ട. അപ്പോൾ ആ 2 സംസ്ഥാനങ്ങളെ പിരിച്ചുവിട്ടിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. പൗരന്മാർക്ക് ഭരണകൂടത്തിനെതിരെ, അക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കാനുള്ളതും കോടതിയെ സമീപിക്കാനുള്ളതുമായ എല്ലാ അധികാരവും എടുത്തു കളഞ്ഞു. ഇത്രയൊക്കെ ആയപ്പോഴത്തേക്ക് കോൺഗ്രസിനകത്തുനിന്ന് തന്നെ പല ആൾക്കാരും, വ്യക്തിത്വമുള്ളവര്, മനസാക്ഷിയുള്ള നേതാക്കന്മാര് ഇതിനെതിരെ മുറുമുറുക്കാനും ശബ്ദമുയർത്താനും തുടങ്ങി. അങ്ങനെ വന്ന 2 നേതാക്കന്മാരുടെ പേരാണ് ചന്ദ്രശേഖർ, രാം ധവാൻ എന്ന് പറയുന്നത്. പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ചന്ദ്രശേഖർ അടക്കം ഈ പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ചന്ദ്രശേഖറിനെയും രാം ധവാനെയും, അതായത് സ്വന്തം പാർട്ടിയുടെ നേതാക്കളാണ്, ആ സ്വന്തം പാർട്ടിയുടെ നേതാക്കളെ പോലും അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് ഇട്ടു. എന്നിട്ട് 1975 ഓഗസ്റ്റ് 1 38ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു. അതിൽ 352ാമത്തെ ക്ലോസ് 4 ചേർത്തുകൊണ്ട് പറയുന്നു, രാഷ്ട്രപതിയുടെ തീരുമാനവും ഇഷ്ടവും അന്തിമമായിരിക്കും. ഒരു കാരണവശാലും ഒരു കോടതിയിലും ഇതൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. അതുകൂടാതെ 1975 ഓഗസ്റ്റ് 10 ഭരണഘടനയുടെ 39ാം ഭേദഗതിയിലൂടെ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന നിയമം, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ ഒരു കോടതിക്കും ഇടപെടാൻ അധികാരമില്ല. ഇവിടെയാണല്ലോ കോടതി ഇടപെട്ടുകൊണ്ട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയത്. അപ്പൊ തെരഞ്ഞെടുപ്പ് പ്രധാനമന്ത്രിയെ മാത്രം എന്ന് പറയാതെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, സ്പീക്കർ ഈ 4 പേരുടെ കാര്യത്തിലും കോടതി ഇടപെടാൻ സാധ്യമല്ല എന്നത് കൊണ്ടുവന്നു. 1976 42ാം ഭേദഗതി ഈ പറയുന്ന രീതിയിൽ ഉള്ള എല്ലാ അധികാരങ്ങളും എടുത്തു കളഞ്ഞിട്ട് ഭരണഘടനയെ ഏകപക്ഷീയമായി ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് പരിധിയില്ലാത്ത അധികാരം കൊടുത്തു. പാർലമെന്റ് എന്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ പാർലമെന്റ് ഇവരുടെ കയ്യിലാണ്, ഭൂരിപക്ഷമുണ്ട്. അപ്പൊ പാർലമെന്റ് എന്ത് പറയുന്നു അത് ഭരണഘടന അനുസരിച്ചോണം, പാർലമെന്റ് എന്ത് പറഞ്ഞോ അത് കോടതി അംഗീകരിച്ചോണം എന്ന് പറയുമ്പോൾ പാർലമെന്റ് എന്ത് പറയുന്നു അത് പത്രങ്ങൾ അംഗീകരിച്ചോളണം, ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മീഡിയ അംഗീകരിച്ചു കൊള്ളണം. അപ്പൊ കോടതിയിൽ ഭരണഘടനാ ഭേദഗതി ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള ആർട്ടിക്കിൾ 386 കൊണ്ടുവന്ന് 1951 ജനപ്രാതിനിധ്യ നിയമം പോലും ഇന്ദിരാഗാന്ധി ഭേദഗതി ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഭരണഘടനയില്ല, കോടതിയില്ല, നിയമങ്ങളില്ല, പത്രസ്വാതന്ത്ര്യമില്ല, വ്യക്തി സ്വാതന്ത്ര്യമില്ല,
അടിസ്ഥാന സ്വാതന്ത്ര്യമില്ല, മൗലിക അവകാശമില്ല, ഒന്നുമില്ല. ഇതെല്ലാം എടുത്തു കളഞ്ഞിട്ട് ഒരേ ഒരു വ്യക്തിയിലേക്ക് ഇത് മുഴുവൻ കേന്ദ്രീകരിച്ചു. പക്ഷേ ഇതൊക്കെ നടക്കുമ്പോഴും ഇതൊക്കെ കീഴടങ്ങി വഴങ്ങി ജീവിക്കാൻ ഇന്ത്യയിലെ ജനത, കേരളത്തിന്റെ പുറത്തുള്ള ആരും തയ്യാറായിരുന്നില്ല. അതിനെതിരെ ഭയങ്കരമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. ആ പ്രക്ഷോഭത്തിന്റെ പേരിൽ മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് മിസ പ്രകാരം 34,988 പേരെ ജയിലിലിട്ടു. 1971 ഡിഫൻസ് ആൻഡ് ഇന്റേണൽ സെക്യൂരിറ്റി ഓഫ് റൂൾസ് പ്രകാരം 75,818 പേരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. ഇതിൽ 77 പേര് സ്ത്രീകളായിരുന്നു. കേരളത്തിൽ നിന്നുള്ള സ്ത്രീകളുണ്ട്, അക്കാലത്തെ ജനസംഘ RSS നേതാക്കളായിട്ടുള്ള സ്ത്രീകളുണ്ട്. അവരടക്കം 77 പേര് സ്ത്രീകളായിരുന്നു. ഇതിനെ തുടർന്ന് ഇന്ത്യയിലെമ്പാടും സത്യാഗ്രഹങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. സത്യാഗ്രഹ സമര പരിപാടികൾ തികച്ചും ഗാന്ധിയൻ രീതിയിൽ, മര്യാദ രീതിയിലാണ് ചെയ്തത്. അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് 44,965 പേരാണ്. ഈ 44,965 പേരെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അതിൽ RSSകാരല്ലാത്തവർ 9,655 പേര് മാത്രമായിരുന്നു. എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥയ്ക്ക് വിരുദ്ധമായി സമരം ചെയ്ത് ജയിലിൽ പോയ 80% പേരും RSSകാർ മാത്രമായിരുന്നു. ഇതെല്ലാം ചരിത്ര രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. സർക്കാരിന്റെ രേഖകളിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ പോയവരിൽ 87 RSS പ്രവർത്തകർ അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരാണ്, ബലിദാനികളാണ്. അപ്പോ അവരെ ഭരണകൂടം കൊലപ്പെടുത്തിയതാണ്. അതിൽ RSSന്റെ സാധാരണ സ്വയംസേവകർ മാത്രമല്ല, RSSന്റെ അഖിലേന്ത്യാ വ്യവസ്ഥാ പ്രമുഖ് പാണ്ഡുരംഗ ക്ഷീരസാഗറും ആ കൂട്ടത്തിൽ കൊല ചെയ്യപ്പെട്ടു. അപ്പോൾ ജനാധിപത്യത്തിന് വേണ്ടി RSS എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന്റെ വ്യക്തമായിട്ടുള്ള മറുപടിയുടെ കണക്കാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴും ചില ആൾക്കാർ ചോദിക്കൽ RSS എന്ത് ചെയ്തു എന്ന്. ഞാനിവിടെ ചോദിക്കുന്നു, RSS അല്ലാത്തവർ എന്ത് ചെയ്തു? ആ കണക്ക് ഞാൻ പിന്നീട് പറയാം. ഏതായാലും 1975 നവംബർ 28 സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിൽ യാതൊരു അന്വേഷണവും കൂടാതെ RSSനോട് ബന്ധമുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം പിരിച്ചുവിടാൻ കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവിറക്കി. അങ്ങനെ 25,962 RSSകാരെയാണ് കേന്ദ്ര സർക്കാർ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത്. ആ പിരിച്ചുവിടുക എന്നുള്ള വാക്കിന് പകരം നിർബന്ധിത റിട്ടയർമെന്റ് ആണ് നടപ്പാക്കിയത്. അതായത് പിരിച്ചുവിട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, കോടതി പോകും. എന്തെങ്കിലും ഒരു കാലത്ത് അടിയന്തരാവസ്ഥ പിൻവലിക്കുന്ന കാലത്ത് ഇവർ കോടതിയിൽ പോയാൽ അവർ തിരിച്ചു കയറും. ഇനി പ്രായം കടന്നു പോയാൽ അവർ സർവീസിലുണ്ടായിരുന്ന കാലത്തെ ശമ്പളം, ആനുകൂല്യം, പെൻഷൻ എല്ലാം കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അവരെ നിർബന്ധിത റിട്ടയർമെന്റ് ആണ്. അപ്പൊ ആ നിർബന്ധിത റിട്ടയർമെന്റ് ആയി കഴിയുമ്പോൾ ഈ ആനുകൂല്യം കൊടുക്കണ്ട. എത്ര വലിയ ക്രൂരതയാണ് ചെയ്തതെന്ന് ഓർക്കണം. 1,00,000-ലധികം സർക്കാർ ജീവനക്കാർ. അപ്പൊ ഇതൊക്കെ ഈ രാജ്യത്ത് നടന്ന അതീവ ക്രൂരമായ, മനുഷ്യത്വരഹിതമായ, ഭരണഘടനാ വിരുദ്ധമായ, മനുഷ്യാവകാശ വിരുദ്ധമായ കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ചെല്ലാം പറയുന്ന ഒരു അന്വേഷണ കമ്മീഷൻ വന്നു. ഷാ അന്വേഷണ കമ്മീഷൻ. ഷാ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് 530 പേജുകളിലായി 26 അധ്യായങ്ങളിലായി ഷാ കമ്മീഷൻ അന്വേഷിച്ച് ഈ കാര്യങ്ങൾ മുഴുവൻ തെളിവ് സഹിതം രേഖപ്പെടുത്തി പിന്നാലെ വന്ന ജനതാ പാർട്ടി ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിച്ചു. എന്നാൽ അതിനുശേഷം വന്ന ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ഈ റിപ്പോർട്ടിന്റെ മുഴുവൻ കോപ്പിയും എടുത്ത് കത്തിച്ചു കളഞ്ഞു. മുഴുവൻ കോപ്പിയും കളക്ട് ചെയ്ത് കത്തിച്ചു കളഞ്ഞു. പക്ഷെ ഭാഗ്യവശാൽ തമിഴ്നാട്ടിലെ DMK നേതാവായ ഏറാ ചെഴിയാൻ എന്ന് പറയുന്ന വ്യക്തി അതിന്റെ ഒരു കോപ്പി രഹസ്യമായി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ കോപ്പി പിന്നീട് അദ്ദേഹം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചത് കൊണ്ടാണ് അടിയന്തരാവസ്ഥയിലെ ക്രൂരകൃത്യങ്ങളെ കുറിച്ചുള്ള കണക്കുകൾ നമുക്ക് വളരെ വ്യക്തമായി കിട്ടിയത്. ഞാനിവിടെ പറഞ്ഞ ഈ കണക്കുകൾ അടക്കം ആ പുസ്തകത്തിൽ നിന്നാണ് പിന്നീട് പുറത്തു വരുന്നത്. ഇതില് ആ കാലത്ത് പോലീസിന് കൊടുത്തിരുന്ന അധികാരങ്ങൾ അതിക്രൂരമായ തെറുവാഴ്ചയായിരുന്നു. രാത്രികാലങ്ങളിൽ വീടുകളിൽ കയറി സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുക, ധാന്യങ്ങൾ, വാഴക്കുല, വാഴക്കൃഷി, പച്ചക്കറി കൃഷി, തെങ്ങ് കൃഷി ഇത് മുഴുവൻ വെട്ടി നശിപ്പിക്കുക, ഫാക്ടറികൾ, ഹോട്ടലുകൾ എന്നിവ, അതായത് അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിട്ട് നിൽക്കുന്നു എന്ന് കാണുന്നവരുടെ ഫാക്ടറികൾ, അവരുടെ ഹോട്ടലുകൾ, അവരുടെ സ്ഥാപനങ്ങൾ,
അവരുടെ ഓഫീസുകളെല്ലാം പോലീസ് അടിച്ചു തകർക്കുക, ഇതൊക്കെ അന്ന് ചെയ്ത കാര്യങ്ങളാണ്. ഇതൊക്കെ എന്റെ ഓർമ്മയിൽ, നേരിയ ഓർമ്മയിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ആൾക്കാർ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ജോർജ് ഫെർണാണ്ടസ്, പിന്നീട് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായ ജോർജ് ഫെർണാണ്ടസിനെ, അന്ന് അദ്ദേഹം വലിയ രാഷ്ട്രീയ നേതാവാണ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് പരസ്യമായിട്ട് ചങ്ങലയിൽ കെട്ടി നടത്തിച്ച് വലിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. ബറോഡ ഗൂഢാലോചന കേസ് എന്ന് പറയുന്ന ഒരു കേസ് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. ഒടുവിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ ജയിലിൽ വെച്ച് പീഡനമേറ്റ് മരിക്കുക ചെയ്യുന്നത്. ഈ ജോർജ് ഫെർണാണ്ടസിന്റെ സഹോദരൻ 2005 വരെ അദ്ദേഹം നരകിച്ച് ആണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ പിന്നീട് വന്ന ജനതാ പാർട്ടി ഗവൺമെന്റ് ആണ് ഇദ്ദേഹത്തിന്റെ പേരിലുള്ള കേസ് പിൻവലിക്കുകയും അദ്ദേഹത്തിന് മന്ത്രിയാകുകയൊക്കെ ചെയ്തു. ഏതായാലും ആ കാലഘട്ടത്തിൽ RSSന്റെ സഹ സർക്കാരി വാക്കായിരുന്ന രാജീവ് ഭയ്യ, അദ്ദേഹം പിന്നീട് RSS സംഘാടകനായി, അദ്ദേഹം ഇന്ത്യ മുഴുവൻ നിരന്തരമായി രഹസ്യമായി യാത്ര ചെയ്തുകൊണ്ട് ഇതിനെതിരെ, അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള സമരപരിപാടികൾ, സത്യാഗ്രഹ സമരപരിപാടികളും ആശയപ്രചരണ പരിപാടികൾക്കും വേണ്ടി നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തെ പിടികൂടാൻ പറ്റിയില്ല. ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തിട്ടും ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് അരിച്ചു പെറുക്കിയിട്ട് അദ്ദേഹത്തെ പിടികൂടാൻ, അതാണ് RSSന്റെ ഒരു കഴിവ്. അപ്പൊ രാജ്യത്തെ എല്ലാ പ്രധാന സംഭവങ്ങളും പത്രങ്ങളും റേഡിയോയും ഒക്കെ മറച്ചു വെക്കപ്പെട്ട കാര്യങ്ങൾ വീട് വീടാന്തരം എത്തിക്കാൻ ഓരോ ജില്ലയിലും ഓരോ പ്രസിദ്ധീകരണ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണ് അന്ന് RSS ചെയ്തത്. സംസ്ഥാന തലത്തിൽ ഉണ്ടാക്കി ജില്ലാ തലത്തിൽ അത് വിതരണം ചെയ്യാനുള്ള സംവിധാനമാണ് ഉണ്ടാക്കിയത്. കേരളത്തിൽ അന്നുണ്ടായിരുന്ന കുരുക്ഷേത്ര വാർത്താ ബുള്ളറ്റിൻ ഇതുപോലെ പ്രചരിപ്പിക്കപ്പെട്ടതാണ്. ഡൽഹിയില് സത്യസമാചാർ എന്നായിരുന്നു അതിന്റെ പേര്. അപ്പൊ അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പറയുന്ന നിരോധനത്തിന് എതിർത്തുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അച്ചടിച്ച് ലഘുലേഖയാക്കി വിതരണം ചെയ്തു എന്ന് പറയുമ്പോൾ, ആ കാലത്ത് ഇന്ദിരാഗാന്ധിയെ ഭയമില്ലാതെ ഇത് അച്ചടിക്കാൻ തയ്യാറായ, രഹസ്യമായി പ്രസ്സുകൾ പ്രവർത്തിപ്പിച്ച ആൾക്കാരുണ്ടായിരുന്നു എന്ന് ഓർക്കണം. അങ്ങനെ 1975 നവംബർ 14 മുതൽ 76 ജനുവരി 14 വരെ രാജ്യവ്യാപകമായ സത്യാഗ്രഹ പരിപാടികൾ RSSന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടു. 1975 സ്വാതന്ത്ര്യദിന പരേഡിൽ ഇന്ദിരാഗാന്ധി ചുവപ്പുകോട്ടയിൽ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുന്ന സമയത്ത് 50 RSS പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി ലഘുലേഖകൾ പരസ്യമായി വിതരണം ചെയ്തു. ഇത് പിന്നീട് നടന്ന ഗാന്ധി ജയന്തി ദിവസത്തിലും നെഹ്റുവിന്റെ സമാധി ദിവസത്തിലും ഇതേ കാര്യം തന്നെ ആവർത്തിച്ചു. ഡൽഹിയിൽ വെച്ച് നടന്ന കോമൺവെൽത്തിന്റെ വിദേശകാര്യ പ്രതിനിധികളുടെ സമ്മേളന വേദിയിൽ പോയി ഇത് വീണ്ടും വിതരണം ചെയ്തു, മുദ്രാവാക്യം വിളിച്ചു. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തത് 1975 നവംബർ 9 ന്യൂയോർക്ക് പത്രത്തിലാണ്, ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്ന പത്രത്തിലാണ് ഇത് വന്നത്. കാരണം ഇന്ത്യയിൽ ഈ വാർത്ത പുറത്തു വന്നില്ല. പിന്നീട് 1976 ആഗസ്റ്റ് 10 പോലീസിന്റെയും ഇന്ത്യയിലെ വൻ സുരക്ഷാ സംവിധാനത്തിന്റെയും കണ്ണു വെട്ടിച്ചുകൊണ്ട് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി, വിദേശത്തായിരുന്ന അദ്ദേഹം ഇന്ത്യയിൽ വന്ന് പാർലമെന്റിനുള്ളിൽ കയറി അവിടെ നിന്ന് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത്ഭുതകരമായി പാർലമെന്റിൽ നിന്ന് രക്ഷപ്പെട്ട് വിദേശത്തേക്ക് വിമാനം പോയി കഴിഞ്ഞാണ് ഈ കാര്യം ഇന്ദിരാഗാന്ധി അറിയുന്നത്. ഇന്ദിരാഗാന്ധി അവസാനം പറയുന്നുണ്ട്, രാജ്യത്ത് അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രവർത്തിച്ച RSS പ്രവർത്തകരിലെ 10% ആൾക്കാരെ പോലും വേർതിരിച്ചറിയാൻ ഭരണകൂടത്തിന് സാധിച്ചില്ല എന്നുള്ളൊരു കുറ്റസമ്മതം ഇന്ദിരാഗാന്ധി പിന്നീട് ചെയ്യുന്നുണ്ട്. അത് RSSന്റെ കിട്ടിയ ഒരു വലിയ ബഹുമതിയാണ് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോ ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ഈ ജൂൺ 25 ഇന്നത്തെ ദിവസം ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഇന്ന് ഭരണഘടനാ ഹത്യാ ദിനം ആചരിക്കുമ്പോൾ തമാശ തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഇതൊക്കെ ചെയ്ത ഇന്ദിരാഗാന്ധിയുടെ മകനാണ് വായിച്ചു നോക്കാത്ത ഭരണഘടനയും പോക്കറ്റിലിട്ട് ഭരണഘടന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭരണഘടന ഇല്ലായ്മ ചെയ്ത കോൺഗ്രസിന്റെ പാരമ്പര്യത്തിൽ നിന്നാണ് ഇത് വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു പ്രക്ഷോഭം വേണ്ടി വന്നത് എന്നുള്ളതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഞാനൊന്ന് പറയാം. അന്ന് കൊടിയ പട്ടിണിയായിരുന്നു ഇന്ത്യയിൽ. ആ പട്ടിണിയുടെ കാര്യം, ഇന്ത്യയിൽ പട്ടിണി ഉണ്ടാവേണ്ട ഒരു കാര്യവും ഇല്ല. കാരണം എന്താന്ന് വെച്ചാൽ അഴിമതിയായിരുന്നു. വൻപിച്ച അഴിമതിയിലൂടെ കോൺഗ്രസ് നേതാക്കന്മാര് ഇന്ത്യയുടെ ഖജനാവിനെ കുത്തിവാരി കവർന്ന് കൊള്ളയടിച്ച് വിദേശ രാജ്യത്തെ ബാങ്കുകളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാൻ തുടങ്ങി. ഇന്ദിരാഗാന്ധി ഇതിനെല്ലാം അനുവാദം കൊടുത്തുകൊണ്ട് മുകളിലുണ്ടായിരുന്നു.
അപ്പോൾ നടന്ന സംഭവം എന്താണ്? രാജസ്ഥാനിൽ ഒരു റേഷൻ കടയില് ഒരാൾക്ക് ഒരു മാസത്തേക്ക് വിതരണം ചെയ്യുന്നത് ഒരു കുടുംബത്തിലേക്ക് 1 കിലോ അരിയാണ്. 1 കിലോ അരിയല്ല, ഗോതമ്പ്. രാജസ്ഥാനിൽ ഗോതമ്പ, നമ്മുടെ ഇവിടെ അരി പോലെ അവിടെ ഗോതമ്പ. ഒരു മാസത്തേക്ക് തുടർന്നോളൂ സാർ, കേൾക്കുന്നുണ്ടെങ്കിൽ തുടർന്നോളൂ. കറണ്ട് പോയതാണെന്ന് കരുതുന്നു. തുടർന്നോളൂ സാർ. അതെ, കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ, കാണുന്നുണ്ട്, ദൃശ്യം കാണുന്നുണ്ട്. കേൾക്കാമല്ലോ, സൗണ്ട് ഉണ്ടല്ലോ അല്ലേ? യെസ് യെസ് യെസ്. അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ 1974 ജൂലൈ 17 ചെയ്ത വാർത്തയാണ് ഞാൻ ഇപ്പോ വായിച്ചത്. അതുപോലെ തന്നെ കേരളത്തിലെ മലയാള മനോരമ പത്രം 25 അതായത് ജൂൺ 25 1973 ഇതുപോലെയുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ അന്ന് വിതരണം ചെയ്തത് ഒരു കുടുംബത്തിന് ഒരു മാസത്തേക്ക് 4 ഔൺസ് അരി മാത്രമായിരുന്നു. 4 ഔൺസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കണക്കിന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 2 കിലോ. അത്രയും കൊടിയ പട്ടിണിയാണ് നമ്മൾ നേരിടേണ്ടി വന്നത്. ഈ കാലം ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം റേഷൻ കടയിൽ അന്ന് റേഷൻ മേടിക്കാൻ പോകുന്നത് ഞാനാണ്. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ കാരണം റേഷൻ അല്ലാതെ ഒരു സാധനമില്ല, അത്രയും കൊടിയ ദാരിദ്ര്യമാണ്. അപ്പൊ റേഷൻ കടയിൽ ചെല്ലുമ്പം അന്ന് കുട്ടിയായിരുന്ന ഞാന് റേഷൻ കടയിൽ ഒരു വലിയ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന സ്ഥലത്ത് എല്ലാവർക്കും കാണാവുന്ന പോലെ ഇന്ദിരാഗാന്ധിയുടെ പടം, ഇന്ദിരാഗാന്ധി മൈക്കിൽ കൂടെ പ്രസംഗിക്കുന്ന പോലെ ഒരു പടം വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ആ പടം എന്റെ മനസ്സിലുണ്ട്. അതില് മലയാളത്തിൽ വലിയ അക്ഷരത്തിൽ അച്ചടിച്ചിരിക്കുന്നതാണ്: സോഷ്യലിസത്തിൻ പാതയിലൂടെ തേര് തെളിക്കും നേതാവേ, അധികാരത്തിൽ തുടരുക അവശ ജനങ്ങളെ രക്ഷിക്കാൻ. അപ്പോൾ ഇത് വായിച്ചുകൊണ്ട് നിന്ന് ഏതാണ്ട് 1-2 മണിക്കൂർ ക്യൂ നിൽക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് ഒരു മാസത്തേക്കുള്ള 2 കിലോ അരി കിട്ടുന്നത്. ആ 2 കിലോ അരി മേടിക്കാൻ ഞാൻ ക്യൂ നിന്ന ആളാ. അതുകൊണ്ടാണ് ഞാൻ ഈ മുദ്രാവാക്യം ഇന്ന് കാണാതെ പറയുന്നത്. 1/2 നൂറ്റാണ്ട് മുമ്പ് എന്റെ മനസ്സിൽ പതിഞ്ഞ മുദ്രാവാക്യം ഇപ്പോഴും ഞാൻ മറക്കാതെ സൂക്ഷിക്കുന്നുവെങ്കിൽ അന്ന് കുട്ടിയായിരുന്ന എന്റെ മനസ്സിൽ പോലും അടിയന്തരാവസ്ഥ എത്ര ഭീകരമായിട്ട് മുദ്ര ചെയ്യപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവാണ്. അപ്പോൾ ഈ തരത്തിലുള്ള അതിഭീകരമായിട്ടുള്ള നീക്കമാണ് അന്ന് നടന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഭരണഘടനയെയും എല്ലാത്തിനെയും ചവിട്ടി മെതിച്ചുകൊണ്ട് ഇതിനെ ഒന്നിനെയും അനുവദിക്കാതെ ഏകചക്രാധിപത്യം, ഒരൊറ്റ വ്യക്തി. അപ്പോൾ അന്ന് AICCയുടെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന DK ബറുവ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അദ്ദേഹം ഒരു മുദ്രാവാക്യം കൊണ്ടുവന്നു. ആ മുദ്രാവാക്യം ഇന്ത്യയാണ് ഇന്ദിര, ഇന്ദിരയാണ് ഇന്ത്യ. ആ മുദ്രാവാക്യം ഇന്ത്യ മുഴുവൻ അലയടിച്ചു. ഈ സമയത്ത് നമ്മൾ മറക്കരുതാത്ത മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടെ മനുഷ്യാവകാശ പ്രവർത്തകരെന്നും കവികളെന്നും ബുദ്ധിജീവികളെന്നും ചിന്തകന്മാരെന്നും സാഹിത്യ സാംസ്കാരിക നായകന്മാരെന്നൊക്കെ പറയുന്നവര് അന്നും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അതില് അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായിട്ട് ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി കവിത എഴുതിയ, ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി കഥ എഴുതിയ, ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി തൂലിക ചലിപ്പിച്ച ചിലരുടെ പേര് ഞാൻ പറയാം. കാരണം എന്റെ വ്യക്തമായ തെളിവുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ONV കുറുപ്പ്, B ഭാസ്കരൻ, NV കൃഷ്ണവാര്യര്, T പത്മനാഭൻ, ഇവരൊക്കെ അന്ന് ഈ അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായിട്ടാണ് എഴുതിയത്. അപ്പൊ അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായിട്ട് കവിത എഴുതിയ B ഭാസ്കരന്റെ ഒരു കവിത 20 തിരിയിട്ട നിലവിളക്കേ 5 തിരിയിട്ട ചെറുവിളക്കേ എന്നാണ് തുടങ്ങുന്നത്. ഈ സാധനം എന്താണെന്നറിയാമോ? ഇന്ദിരാഗാന്ധിയുടെ 20 ഇന പരിപാടി എന്ന് പറയുന്നത്. അതിനാണ് 20 തിരിയിട്ട നിലവിളക്ക്. 5 തിരിയിട്ട ചെറുവിളക്ക് അന്ന് ഈ രാജീവ് ഗാന്ധിയുടെ അനിയൻ സഞ്ജയ് ഗാന്ധി സജീവമായിട്ട് രംഗത്തുണ്ട്. ഈ സഞ്ജയ് ഗാന്ധി 5 പരിപാടി അഡീഷണൽ ആയിട്ട് പ്രഖ്യാപിച്ചു. അമ്മയുടെ 20ഉം മകന്റെ 5ഉം 25 പരിപാടി. അതിനെ ഇവിടുത്തെ കവികൾ വാടിപ്പോഴ്ത്തുകയാണ്. ഇതൊക്കെയാണ് അന്ന് ചെയ്തത്. എന്നിട്ട് അടിയന്തരാവസ്ഥ പിൻവലിച്ചു കഴിഞ്ഞ് ഇതിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ വേണ്ടി സെമിനാർ വെച്ചപ്പം ഈ നാണം കെട്ട ചെറ്റകളെല്ലാം അവിടെ പോയി പ്രസംഗിച്ചു. അങ്ങനെ പ്രസംഗിച്ചപ്പം എറണാകുളം മഹാരാജാസ് കോളേജിൽ നടക്കുന്ന പ്രസംഗവേദിയില് പിന്നീട് വൈസ് ചാൻസലറായ, ഇപ്പോൾ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ KS രാധാകൃഷ്ണൻ
ഈ ടി പത്മനാഭനോട് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, അന്ന് അദ്ദേഹം ചെറുപ്പം 50 കൊല്ലം മുമ്പ്, എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, താങ്കളല്ലേ അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായിട്ട് ലേഖനം എഴുതിയത്, എന്നിട്ട് അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ അതിനെതിരെ പ്രസംഗിക്കാൻ വരുന്നത് തനിക്ക് നാണമില്ലേടോ എന്ന് ചോദിച്ചു. പിള്ളേരെല്ലാം കൂടെ കൂവി പത്മനാഭനെ ഇറക്കി വിട്ടു. അയാളാണ് ടി പത്മനാഭൻ. ഇങ്ങനെ ഓരോരുത്തരും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള നാണം കെട്ട എംബോക്കികളാണ് സാഹിത്യ സാംസ്കാരിക നായകന്മാരായിട്ട് വിലസുന്നത്. കേരളത്തിൽ മാത്രമുള്ള കണക്ക് ഞാൻ പറയാം. 7500-ൽ പരം RSS സ്വയംസേവകരാണ് കേരളത്തിൽ മാത്രം അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇവരുടെ മുഴുവൻ പേരും വിവരങ്ങളും റെക്കോർഡും കയ്യിലുണ്ട്. ഞാൻ വെറുതെ ചുമ്മാ 7500 വെറുതെ അങ്ങ് പറയുന്നതല്ല. ഈ 7500-ലധികം പേരുടെ കൃത്യമായിട്ടുള്ള പേര്, ജീവചരിത്രം, അവരനുഭവിച്ച യാതനകൾ എല്ലാം രേഖപ്പെടുത്തിയ പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട്. സാറേ ഓഡിയോ അവിടെ ഓഫ് ആയിട്ടുണ്ട് തോന്നുന്നു. ഓഡിയോ ഓഫ് ആയിട്ടുണ്ട് തോന്നുന്നു സാർ. ഓക്കെ. അതായത് RSSൽ നിന്ന് മാത്രം അഖില ഭാരതീയ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് 1,75,000 പേരാണ്. ഇവിടെ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിപ്ലവങ്ങൾ നടത്തിയിട്ടുണ്ട്. പുന്നപ്ര, വയലാർ അടക്കമുള്ള സമരങ്ങളിൽ പ്രവർത്തകരെ വാരിക്കുന്തവുമായിട്ട് തോക്കിന്റെ മുൻപിലേക്ക് പറഞ്ഞു വിട്ട നേതാക്കന്മാരുണ്ടല്ലോ. ആ നേതാക്കന്മാരൊക്കെ ഒളിത്താവങ്ങളിൽ പോയി സുഖമായിട്ട് താമസിച്ച് ഒളിവായിട്ട് ഒളിസേവ ചെയ്ത്, ബാക്കിയൊന്നും പറയാൻ കൊള്ളില്ലാത്ത കാര്യമാണ്, പലതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എന്റെ മാന്യത കൊണ്ട് പറയാൻ പോകുന്നില്ല. അതൊക്കെ പിന്നെ ആ വിഷയം അങ്ങനെയെങ്കിലും ലഘൂകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ ഒളിസേവയൊക്കെ ആയിട്ട് നടക്കുന്ന കാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ രംഗത്ത് വന്നില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ രംഗത്ത് വന്നില്ല എന്ന് മാത്രമല്ല, CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ കൊടുത്തുകൊണ്ടൊരു പ്രമേയം പാസാക്കി. എന്താണെന്നറിയാമോ? ഇന്ത്യയിൽ ഏകകക്ഷി ഭരണം കൊണ്ടുവരണം. ഏകകക്ഷി എന്ന് പറയുന്നത് ഏതാ? കോൺഗ്രസ്. പ്രമേയം പാസാക്കുന്ന ആരാ? CPI. അതിന്റെ കാര്യം എന്താ? അന്ന് ഇന്ദിരാ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി CPIയുടെ C അച്യുതമേനോൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുക. അപ്പൊ ആ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിച്ചു നിർത്താനും CPIയുടെ അധികാരം അരക്കിട്ട് ഉറപ്പിക്കാനും വേണ്ടി ഇന്ദിരാഗാന്ധിയുടെ പാർട്ടി ഇന്ത്യയിലെ ഏകകക്ഷി ഭരണം കൊണ്ടുവരണമെന്ന്, അതാണ് സോഷ്യലിസം എന്നും അതാണ് റഷ്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞ് പ്രമേയം പാസാക്കി. അപ്പോ ഇപ്പോഴത്തെ ബിനോയ് വിശ്വമൊക്കെ അത് കേൾക്കേണ്ട കാര്യമാണ്. എന്നിട്ടാണ് നാണമില്ലാതെ ഇപ്പൊ നടക്കുന്നത്. അപ്പോ അവര് ആ രീതിയിലാണ് പെരുമാറുന്നത്. എന്നാൽ അതേസമയം അന്നത്തെ RSSന്റെ അതുപോലെ BJPയുടെ മുൻ രൂപമായിട്ടുള്ള ഭാരതീയ ജനസംഘത്തിന്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള P പരമേശ്വർജി മരിച്ചുപോയി. O രാജഗോപാൽ, M ദേവകിയമ്മ, KG മാരാർ അടക്കമുള്ള നേതാക്കള് അറസ്റ്റ് വരിച്ച് ജയിലിലേക്ക് പോയി. അതില് RSSന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയാവുന്ന കാര്യവാഹകായിരുന്ന അഡ്വക്കേറ്റ് TV അനന്തൻ, PP മുകുന്ദൻ, ഇവരൊക്കെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പൊതുതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി തോറ്റതിന് ശേഷമാണ് ജയിലിൽ നിന്ന് പുറത്തു വരാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ ധാരാളം നേതാക്കന്മാർ ജയിലിലേക്ക് പോയപ്പോ RSSന്റെ പ്രവർത്തനങ്ങൾ നിലച്ചു പോയിട്ടൊന്നുമില്ല. രഹസ്യമായിട്ട് കേരളം മുഴുവൻ നടന്ന് RSS പ്രവർത്തനത്തെ ഊർജ്ജവൽക്കരിക്കാൻ വേണ്ടി K ഭാസ്കർ റാവുവും P മാധവജിയും S സേതുമാധവൻ, സേതുവേട്ടൻ എന്ന് വിളിക്കപ്പെടുന്ന സേതുമാധവനും K രാമൻപിള്ളയും രഹസ്യമായി കേരളം മുഴുവൻ നടന്നു. കേരളത്തെ 4ആയിട്ട് പകുത്ത് അതിന്റെ ചുമതല ഏറ്റെടുത്ത് ഓരോ പ്രദേശങ്ങളിലും പോയി ശാഖ നടത്തി. RSSന്റെ ശാഖയൊന്നും നടത്താൻ പറ്റിയല്ല. അതിനെന്താ ചെയ്തെന്നറിയോ? ഫുട്ബോൾ കളിച്ചു, ക്രിക്കറ്റ് കളിച്ചു, അങ്ങനെ പല രീതിയിലാണ് ശാഖ എന്ന്. എന്നിട്ട് അവിടെയൊക്കെ വെച്ച് കുരുക്ഷേത്ര വിതരണം ചെയ്തു. ഈ കുട്ടികളാണ് കുരുക്ഷേത്രയും കൊണ്ടുപോയി എല്ലാ വീടുകളിലും ഈ സാധനം എത്തിക്കുന്നത്. ഇതൊക്കെ കേരളത്തിൽ നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ പത്ര മുതലാളിമാര് എന്ത് ചെയ്യുമായിരുന്നു എന്നറിയാമോ? ഇന്ന് മനുഷ്യാവകാശത്തിന് വേണ്ടി ഭയങ്കര ഒച്ചയിടുന്നവരൊക്കെ അന്ന് പത്രത്തിൽ ഇടേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് എഴുതി അതും കൊണ്ട് ജില്ലാ കളക്ടറെ കാണാൻ പോവാണ്. ജില്ലാ കളക്ടർ നോക്കി വെട്ടി തിരുത്തി എഡിറ്റ് ചെയ്തിട്ട് കൊടുക്കും. എല്ലാവരും അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ജന്മഭൂമി എന്ന് പറഞ്ഞൊരു പത്രമാണ്, ഇന്നുമുണ്ട്. ആ ജന്മഭൂമിയുടെ അടച്ചുപൂട്ടി അതിന്റെ പത്രാധിപരായിരുന്ന പ്രശസ്ത ഗാന്ധിയൻ പ്രൊഫസർ MB മന്മഥനെ ജയിലിലിട്ടു. അദ്ദേഹം ജയിലിലായിരുന്നു 17 മാസക്കാലം. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ജയിലിലായിരുന്നു.
അപ്പോ ആ തരത്തിൽ ഒക്കെയുള്ള പീഡനങ്ങളെ ഏറ്റുവാങ്ങിയിട്ടാണ് ഇവിടെ ഈ അടിയന്തരാവസ്ഥയെ അതിജീവിക്കുന്നത്. 2 വർഷക്കാലം നീണ്ടു നിന്ന ഈ കാര്യത്തിൽ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിനുശേഷം അടിയന്തരാവസ്ഥ അവസാനിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, അടിയന്തരാവസ്ഥ 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇന്ദിരാഗാന്ധിക്ക് തോന്നി, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ എനിക്ക് വൻപിച്ച ഭൂരിപക്ഷം കിട്ടുമോ ഇല്ലയോ. രഹസ്യാന്വേഷണ ഏജൻസികൾ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരെയും വെച്ചിട്ട് ഒരു ഭയങ്കരമായ സർവേ നടത്തി, രഹസ്യ സർവേ. ഈ രഹസ്യ സർവേയിലാണ് ഇന്ദിരാഗാന്ധിക്ക് അടിപറ്റിയത്. ഏതെങ്കിലും അടിമയായിട്ടുള്ള ഉദ്യോഗസ്ഥൻ പറയോ ഇന്ദിരാഗാന്ധി തോറ്റുപോകുന്നത്? തോറ്റുപോയി അവനെ പിടിച്ച് അകത്തിടുകയല്ലേ. അതുകൊണ്ട് ഈ അന്വേഷിക്കാൻ പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ ഗംഭീര റിപ്പോർട്ട് കൊണ്ട് കൊടുത്തു. ഇപ്പൊ ഇലക്ഷൻ കൊടുത്ത 4/3 ഭൂരിപക്ഷത്തിൽ ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു. എന്തായാലും ഈ പൊട്ടി അത് കേട്ടു. എന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, സംഗതി അടിയെ പോയി. ഇന്ദിരാഗാന്ധി 8 നില പൊട്ടി, പാർട്ടി പൊട്ടി, അധികാരം പോയി. പ്രതിപക്ഷത്തുണ്ടായിരുന്ന പാർട്ടികളെല്ലാം കൂടി ചേർന്ന് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടി അധികാരത്തിൽ വന്നു. മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായി. പിന്നെ നടന്നതൊക്കെ ഉള്ള ചരിത്രം നമുക്കറിയാം. അപ്പോൾ ഇത്രയും വലിയ ഒരു അട്ടിമറിയാണ് ഇന്ത്യ ചരിത്രത്തിൽ ഉണ്ടായത്. ഇതിൽ കമ്മ്യൂണിസ്റ്റുകാർ അനുകൂലമായിരുന്നു. കാരണം ഏകകക്ഷി ഭരണമായിരുന്നല്ലോ സോവിയറ്റ് യൂണിയൻ, അതുപോലെ തന്നെ ചൈന, മുഴുവൻ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഏകകക്ഷി ഭരണമാണ്. അതേ ഏകകക്ഷി ഭരണം കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്തുണയോടുകൂടി ഇന്ത്യയിൽ കോൺഗ്രസ് ചെയ്തോട്ടെ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുമല്ലോ. അപ്പൊ അതൊക്കെ മതി അവർക്ക്. ആ തരത്തിലാണ് ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ നിലനിന്നത്, അടിയന്തരാവസ്ഥ അവസാനിച്ചത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഇനി ഉണ്ടാവരുത് എന്ന ചിന്തയോടു കൂടിയാണ് ഇപ്പോൾ ഭരണഘടനാ ഹത്യാ ദിവസ് എന്ന രീതിയിൽ ഇന്ന് 50ാമത്തെ വർഷം നമ്മൾ ആചരിക്കുന്നത്. ഏതായാലും ഇത് ഇന്ത്യയിലെ പുതിയ തലമുറ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും നീട്ടി സംസാരിച്ചത്. കൃത്യമായ തെളിവുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ പറഞ്ഞ ഓരോ കാര്യവും തെളിയിക്കാൻ ആവശ്യമായ രേഖകളും എന്റെ കൈവശമുണ്ട്. അതുകൊണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ജനിച്ചിട്ടില്ലാത്ത, അതിനുശേഷം ജനിച്ച 50 വയസ്സിന് താഴെ പ്രായമുള്ള മുഴുവൻ പേരുടെയും മനസ്സുകൾക്ക് മുമ്പാകെ ഈ ചരിത്ര വസ്തുതകൾ ഞാൻ സമർപ്പിക്കുകയാണ്. സർ, നമ്മൾക്കറിയാം ഇപ്പോ 75-ൽ നടന്ന ആ ഒരു അടിയന്തരാവസ്ഥയുടെ ക്രൂരതകൾ നമ്മൾ വിവരിച്ചു. ഇന്ന് ഈ അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയ ആ സ്ത്രീയുടെ, അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട്, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ പോലും ഇത്രയ്ക്കും കൊടും ക്രൂരയായിട്ടുള്ള ആ സ്ത്രീയുടെ പേരക്കുട്ടി ഇന്ന് ഈ പറയുന്ന ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടി പോക്കറ്റിൽ ഒരു കൊച്ചു പുസ്തകവും പോക്കറ്റിലിട്ട് അയാൾ വായിച്ചു നോക്കാത്ത ഒരു പുസ്തകം തന്നെ എന്ന് പറയേണ്ടതുണ്ട്. എന്താണ് അതിന്റെ ഉള്ളിലുള്ളത് എന്ന്. കാരണം ഒരിക്കലും പോക്കറ്റിലിട്ട് നടക്കാൻ പറ്റുന്ന ചെറിയൊരു പുസ്തകമല്ല ഭരണഘടന എന്നുള്ളതിന്റെ മിനിമം കോമൺ സെൻസ് പോലും ഇല്ലാതെ മണ്ടന്മാരായിട്ടുള്ള ഈ ഗണ്ഡി അടിമകളെ, കാരണം ഗാന്ധി എന്ന് പറയുന്ന പദം പോലും മോഷ്ടിച്ചെടുത്തുകൊണ്ട് ഈ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് നടക്കുന്ന അവരിലെ അവസാനത്തെ കണ്ണി എന്ന് പറയാം, ഈ പറയുന്ന ഈ രാഹുൽ ഗണ്ഡി കാട്ടിക്കൂട്ടുന്ന ആ കോപ്രായങ്ങൾ അതുകൂടെ കൂട്ടിയിണക്കി അന്ന് കഴിഞ്ഞതും ഇന്ന് നടക്കുന്നതുമായ കോപ്രായത്തെ കൂടി കൂട്ടിയിണക്കി എങ്ങനെയായിരിക്കും സർ വിവരിക്കാനാവുക? അത് എന്തുകൊണ്ടെന്നാൽ ഈ കോൺഗ്രസ് പാർട്ടി മാതൃകയായി സ്വീകരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആദ്യത്തെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 16 വർഷക്കാലം അദ്ദേഹം ഇന്ത്യ ഭരിച്ചു. ആ സമയത്ത് അദ്ദേഹം ചെയ്തത് എന്താണ്? സോവിയറ്റ് യൂണിയനെ അതേപടി കോപ്പി ചെയ്യുകയുണ്ടായി. അവിടുത്തെ പഞ്ചവത്സര പദ്ധതികൾ, അവിടുത്തെ ഹെവി ഇൻഡസ്ട്രി, അവിടുത്തെ നഗരാസൂത്രണം, ഗ്രാമാസൂത്രണം, ഇതൊന്നും ഇന്ത്യക്ക് യോജിക്കുന്നതാണോ അല്ലയോ എന്ന് പോലും ചിന്തിക്കാതെ അതേപടി ഇന്ത്യയിലേക്ക് കോപ്പി ചെയ്തു. അങ്ങനെ കോപ്പി ചെയ്തപ്പോ അവരിൽ നിന്ന് കോപ്പി ചെയ്ത ഒരു കാര്യമാണ് ഏകാധിപത്യവും വംശാധിപത്യവും. അപ്പോൾ ഇന്ത്യയില് ഏകാധിപത്യം, ജനാധിപത്യത്തിന്റെ മുഖം മൂടി വെച്ച ഏകാധിപത്യം അങ്ങനെ കടന്നു വന്നു. നമുക്കറിയാം, കോൺഗ്രസിലെ തലതൊട്ടപ്പന്മാരായ, ജനസ്വാധീനമുള്ള, പാർട്ടി പിന്തുണയുള്ള നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ ആദ്യം തന്നെ വെട്ടിയൊതുക്കി. അത് കഴിഞ്ഞ് സർദാർ വല്ലഭായ് പട്ടേലിനെ പിന്നെ വെട്ടിയൊതുക്കി. അങ്ങനെയാണല്ലോ നെഹ്റു വരുന്നത്, പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. ജിന്നയ്ക്ക് ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് രാജ്യം കൊടുത്തു. അതുപോലെ തന്നെ ഫറൂഖ് അബ്ദുള്ളയ്ക്ക് സ്വന്തമായിട്ടുള്ള ഒരു രാജ്യം കൊടുത്തു, കാശ്മീർ കൊടുത്തു. ബാക്കിയുള്ളിടത്ത് സ്വസ്ഥമായി സ്വതന്ത്രമായി തന്റെ ഏകാധിപത്യം നടത്താൻ വേണ്ടി അദ്ദേഹം ഭരണം ആരംഭിച്ചു. ആ ഭരണം ഒരു ഡൈനാസ്റ്റി ഭരണമാക്കി കൊണ്ടുവന്നു. അങ്ങനെ വരുമ്പോൾ നെഹ്റുവിന് ശേഷം ഇന്ദിര വന്നു. ഇന്ദിര വരാൻ വേണ്ടി ഒരു താമസം ഉണ്ടാകുമോ എന്ന് കണ്ടപ്പോൾ ശാസ്ത്രിയെ താഷ്കന്റിൽ അയച്ച് റഷ്യയിൽ വെച്ച് കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കൊന്നുകളഞ്ഞില്ല എന്ന് പറയാനുള്ള തെളിവൊന്നും ആർക്കും ഇല്ല. ഇന്ദിര പെട്ടെന്ന് പ്രധാനമന്ത്രിയാകുന്നു.
പിന്നെ രാജീവ് പ്രധാനമന്ത്രിയാവുന്നു. അപ്പോ അതങ്ങനെ പാരമ്പര്യമായിട്ട് വരേണ്ട ഒരു സംഗതിയാണ്. ഇത് ഞങ്ങളുടെ കുടുംബ സ്വത്താണ് എന്ന് പറയുമ്പോൾ ഇന്ത്യയാണ് ഇന്ദിര എന്ന് പറയുന്ന ചെറ ഊളന്മാര് AICC പ്രസിഡന്റായിട്ട് വരെ കയറിയിരിക്കും. എന്നിട്ട് അങ്ങനെ തന്നെയാണ് ഇന്ദിര തന്നെയാണ് ഭരിക്കേണ്ടതെന്ന് പറയും. അത് കഴിഞ്ഞ് രാഹുൽ വന്നു. അപ്പോൾ ശരിക്കും രാഹുൽ ഗാന്ധി ശരിക്കും അധികാരം മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഞങ്ങളുടെ കുടുംബ സ്വത്താണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി പദമെന്ന് പറയുന്നത് നെഹ്റു കുടുംബത്തിന് മാത്രം അവകാശപ്പെട്ട കുടുംബ സ്വത്താണ്. അപ്പൊ ഞങ്ങളുടെ കുടുംബ സ്വത്തിന് എന്തിനാണ് വല്ല നരേന്ദ്രമോദിയും വന്ന് അവകാശം ഉന്നയിക്കുന്നത്? എന്തിനാ നിങ്ങളൊക്കെ അവിടെ കയറിയിരിക്കുന്നത്? ഈ തരത്തിലുള്ളൊരു അസഹിഷ്ണുത രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ ഇപ്പം നിറഞ്ഞു നിൽപ്പുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഇവിടെ എന്തിന് ജനാധിപത്യം, ഇവിടെ എന്തിന് പത്രസ്വാതന്ത്ര്യം, ഇവിടെ എന്തിന് ഭരണഘടന, ഇവിടെ എന്തിന് കോടതി, ഇത് ഞങ്ങളുടെയല്ലേ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഈ ഒരു സ്വാതന്ത്ര്യം, ജനാധിപത്യം, ഭരണഘടന, മനുഷ്യ സംഘർഷം, ഇതിന് പിന്തുണ കൊടുക്കാൻ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റുകാർ പഴയ ദൗത്യം ഇപ്പോഴും സാറിന്റെ നെറ്റിൽ വന്നിട്ടുള്ള ചെറിയ തകരാറാണ്. മാന്യപ്രേക്ഷകർ ക്ഷമിക്കുക. സാർ വരുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ആ ജന്മാവകാശം തനിക്ക് ലഭിക്കുന്നില്ല. എന്തിനാണ് തെരഞ്ഞെടുപ്പ്, എന്തിനാണ് ജനാധിപത്യം, ഞങ്ങൾക്ക് ഇങ്ങനെ തന്നാ പോരെ, ഇത് ഞങ്ങളുടെ കുടുംബ സ്വത്തല്ലേ? അതാണ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാവുന്ന അസ്വസ്ഥതയ്ക്ക് കാരണം. ഓക്കെ, എന്തായാലും ഈ ഒരു 50 വർഷം തികഞ്ഞു നിൽക്കുന്ന ഈ ഒരു നിമിഷത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ജയസൂര്യൻ സാർ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പുതുതലമുറയിലേക്ക് പാസ് ചെയ്തിരിക്കുന്നു. കാരണം എല്ലാവർക്കും അറിയാം, 50 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കൊടും ക്രൂരത, ആ ക്രൂരത മറച്ചു വെക്കാൻ വേണ്ടി ഇന്ന് 50 വർഷങ്ങൾക്ക് ശേഷവും അതിന് ശേഷം ഒരുപാട് നാളായി ഇവിടെ പേരക്കുട്ടിയായിട്ടുള്ള രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്നത്തെ കോൺഗ്രസിന്റെ അവരുടെ തലമുറ കൈമാറി വന്ന ആ അധികാരം ഏന്താൻ വേണ്ടി നടക്കുന്ന ഒരു വ്യക്തി, അയാൾ ഈ പറയുന്ന ഭരണഘടനയുടെ സംരക്ഷകനാവാൻ വേണ്ടി വേഷം കെട്ടി നടക്കുന്ന ഒരു കോമാളിയായി നടക്കുമ്പോൾ ഈ കോമാളിയുടെ അച്ഛന്റെ അമ്മയായിട്ടുള്ള ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന, എന്നേരം ഇന്ദിരാ ഗാന്ധി എന്ന് വിളിക്കപ്പെടേണ്ട ആ സ്ത്രീ ചെയ്ത ഈ കൊടും ക്രൂരതയുടെ അല്പം അംശമെങ്കിലും നമ്മുടെ പുതുതലമുറയിലേക്ക് മാറ്റിവെക്കാൻ വേണ്ടി തന്നെയാണ് ഇന്നത്തെ ദിവസം നമ്മുടെ ഭരണഘടനയുടെ ഹത്യാ ദിനമായി തന്നെ ആഘോഷിക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർബന്ധ ബുദ്ധിയോടെ തന്നെ പുതുതലമുറയിലേക്ക് ഈ വിവരങ്ങൾ പാസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ദിവസത്തെ തിരഞ്ഞെടുത്തത്. ആ ദിവസത്തിൽ ഇത്രയെങ്കിലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അന്ന് ഈ 50 വർഷങ്ങൾക്ക് മുൻപ് നരകയാതന അനുഭവിച്ച് നമ്മളെ കടന്നുപോയതും ഇന്നും ജീവിച്ചിരിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുടെ മുഖത്ത് നോക്കി നമ്മൾക്ക് എങ്ങനെയാണ് ഞാനൊരു ഈ പറയുന്ന ഭാരതീയനാണ്, എന്റെ ഭാരതത്തെ ഇത്ര കണ്ട് ദ്രോഹിച്ച ഒരു സ്ത്രീയെ നമ്മൾ മറന്നു എന്ന് അവരോട് അത് എങ്ങനെയാണ് അവരുടെ മുഖത്ത് നോക്കി നമ്മൾ പറയാതിരിക്കാനാവുക? അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ ഇതൊന്നും മറന്നിട്ടില്ല. പുതുതലമുറയിലേക്ക് ഇനിയും ഇത് പാസ് ചെയ്യുക തന്നെ ചെയ്യും. കാരണം എല്ലാവരും വിസ്മരിച്ചാലും ഒരിക്കലും ആ ഭാഗത്തിന്റെ പേര് തന്നെയാണ് RSS എന്ന് പറയുന്ന 3 അക്ഷരത്തിൽ ഒതുങ്ങുന്ന ഒരു ഭാഗം. ആ ഭാഗത്തുള്ള ആളുകൾ ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ഭാരതത്തെ ആക്രമിച്ചവരായാലും വേണ്ടില്ല, ദ്രോഹം ചെയ്തവരായാലും വേണ്ടില്ല, അവരെ പൊതുസമൂഹത്തിന് മുൻപിൽ ഇതുപോലെ തന്നെ ഉയർത്തിക്കാട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്രയും വിവരങ്ങൾ നമ്മൾക്ക് ഉയർത്തിക്കാട്ടാൻ വേണ്ടി പ്രയത്നിച്ച ജയസൂര്യൻ സാറോട് ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ആ കടപ്പാട് അറിയിക്കുകയാണ് മാന്യ പ്രേക്ഷകർക്ക് വേണ്ടി കൂടി, പുതിയ തലമുറയ്ക്ക് വേണ്ടി കൂടി. എന്തായാലും സാർ ഒരുപാട് നന്ദിയുണ്ട്. ഇനി നമുക്ക് മറ്റു വിഷയങ്ങളുമായിട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ പുതിയ സെഷനുകളുമായിട്ട് വരാമെന്ന ഉറപ്പോടെ തൽക്കാലം ഈ ഒരു ശുഭരാത്രിയിൽ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.